പ്രതീക്ഷയുടെയും ആത്മസമർപ്പണത്തിന്റെയും ആറ്റുകാൽ പൊങ്കാല പൂർണ്ണമായി ദേവിക്ക് നിവേദ്യം അർപ്പിച്ച നിർവൃതിയിൽ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. അതേസമയം തലസ്ഥാനത്തെ ശുചീകരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ലക്ഷക്കണക്കിന് ആളുകളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയത്. അവർ നിവേദ്യം അർപ്പിച്ച നിർവൃതിയിൽ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ കോർപ്പറേഷൻ കടന്നിരിക്കുന്നു. ഇത് അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ലക്ഷക്കണക്ക് ഭക്തരാണ് ഇന്ന് ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഈ സ്ത്രീജനങ്ങളെല്ലാം തലസ്ഥാനത്തെ പ്രധാന ഭാഗത്തു നിന്നുമെല്ലാം ഇപ്പോൾ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ സിറ്റി പരിസരത്ത് നിന്ന് ഏകദേശം പൂർണ്ണമായും ഇവർ നാടുകളിലേക്ക് മടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിൽ തകൃതിയിൽ നടക്കുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. ഇതിനായി പൊങ്കാല നിവേദ്യത്തിന് ശേഷമുള്ള ഈ ശുചീകരണ പ്രവർത്തനത്തിനായി കോർപ്പറേഷൻ 3204 തൊഴിലാളികളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മാലിന്യം മാറ്റാനായി തന്നെ 350ഓളം വാഹനങ്ങളുണ്ട്. ചെറുതും വലുതുമായ വാഹനങ്ങൾ. ശുദ്ധജല വിതരണത്തിനായി 40 ടാങ്കർ ലോറികളുണ്ട്. നോൺ ഡ്രിങ്കിംഗ് പർപ്പസിനുള്ള 50 വാഹനങ്ങൾ. അതുപോലെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ നടക്കുന്ന ശുചീകരണ പ്രവർത്തനം പൂർത്തിയായി കഴിയുമ്പോൾ അടുത്ത ഘട്ടം കൊണ്ട് തന്നെ വെള്ളം ഇവിടെയൊക്കെ ഒഴിച്ച് വൃത്തിയാക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പൊടി കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തും. അതുപോലെ പലയിടങ്ങളിൽ ചുടുകട്ടകളെല്ലാം ഉപേക്ഷിച്ച് പോയതെല്ലാം ഓരോ വശത്തേക്ക് പറക്കി അടുക്കുകയും അതിനുശേഷം വാഹനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയും നമ്മൾ കാണാൻ സാധിക്കും. അത്രത്തോളം പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശുചീകരണ തൊഴിലാളികൾ അതിനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ മേൽനോട്ടത്തിനായി തന്നെ 350ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ സംബന്ധിച്ച് പഴയപടിയാകാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം മതി. വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ സംവിധാനങ്ങളെല്ലാം നടക്കുകയാണ്. ശുചീകരണ പ്രവർത്തനമെല്ലാം കൃത്യമായി പോകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു. ഈ റോഡുകളിലെല്ലാം എല്ലാ വശങ്ങളിലേക്കും ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർ തന്നെയായിരുന്നു. അവരെല്ലാവരും കൃത്യമായി അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു. അതിന് പിന്നാലെ അവരെല്ലാവരും ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത് പിന്നാലെ തന്നെ 1:15 കഴിഞ്ഞതോടെ തന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് നാടുകളിലേക്ക് പോയി. തിരുവനന്തപുരത്തുള്ളവരുൾപ്പെടെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സിറ്റി പരിസരത്ത് കാര്യമായ ആളുകൾ ആരും തങ്ങുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രം വാഹനങ്ങളിലൊക്കെ അവിടെ ഇവിടെയുമായി ഉണ്ട് എന്ന് മാത്രമാണുള്ളത്. അല്ലാത്ത എല്ലാവരും കൃത്യമായി സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാലും തിരക്ക് അമ്പല പരിസരത്തും സിറ്റിക്ക് പുറത്തുള്ള ഭാഗങ്ങളിലേക്ക്, അതായത് ഈ ഹൈവേകളിലുമല്ല തിരക്ക് നേരിയ തോതിലുണ്ട്. അത് കൃത്യമായ ക്രമീകരണത്തോടെ ഏകീകരിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണി കഴിയുന്നതോടെ തന്നെ ഈ തിരക്കെല്ലാം പൂർണ്ണമായും മാറി ഒരു നല്ല രീതിയിലേക്ക്, അതായത് സാധാരണ പൊതുഗതാഗത രീതിയിലേക്ക് മാറും. അതോടൊപ്പം തിരുവനന്തപുരം പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം എങ്ങനെയാണ് ഇരുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തും. ആറ്റുകാൽ പൊങ്കാല പൂർണ്ണമായി പരിസമാപ്തിയായിരിക്കുകയാണ്. ഭക്തലക്ഷങ്ങളാണ് ഇവിടെ വന്ന് പൊങ്കാല അർപ്പിച്ച് ദേവിക്ക് മുന്നിൽ നിവേദ്യം നൽകിക്കൊണ്ട് ഇവിടെ നിന്നും സന്തോഷത്തോടെ യാത്രയായത്. വൃന്ദ. വിഷ്ണു, ഒപ്പം തന്നെ ഇവിടെ അടുപ്പ് കൂട്ടിയ കല്ലുകളെല്ലാം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പാവപ്പെട്ടവർക്ക് ഈ വീട് വയ്ക്കാനായിട്ടെല്ലാം നൽകുകയായിരുന്നു. ഇത്തവണയും ഈ ഒരു പതിവ് തന്നെയാണോ? തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇത്തവണയും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഈ കല്ലുകൾ ഇവിടെ നിന്ന് മാറ്റും. കല്ലുകൾ നീക്കം ചെയ്ത് വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോകും. നേരത്തെ ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത്. അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇതുവരെയും പദ്ധതി ഇട്ടിട്ടില്ല. ഏതായാലും ആ ഒരു കഴിഞ്ഞ വർഷത്തെ അതേ ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ വളരെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചുടുകട്ടകളും ഓരോ സ്ഥലത്തേക്ക് അടുക്കുകയും ഓരോ വിഭാഗമായി തിരിച്ചാണ് കൂടുതൽ ഈ 3000-ലധികം തൊഴിലാളികളുണ്ട്. അവരുടെ ഓരോ വിഭാഗങ്ങളായി തിരിച്ച് ഓരോ സോണുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ നിന്നും ഓരോ ഇടങ്ങളിൽ നിന്നും ചുടുകട്ട അടക്കം വാഹനങ്ങൾ കയറ്റി മാറ്റും. അതോടൊപ്പം തന്നെ വേസ്റ്റ് വേറൊരു വാഹനത്തിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കമുള്ളത് മാറ്റുന്നുണ്ട്. കരിയിലയും പൊടിയുമൊക്കെ വൃത്തിയാക്കി ശുചീകരണം കൃത്യമായി നടക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ്. ഇതിന് മേൽനോട്ടത്തിന് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഒരു വീഴ്ചയും വരുത്താതെയാണ് ഇത് വളരെ വേഗത്തിലാക്കുകയാണ് എന്ന് വേണം പറയാൻ. ഓരോ വാഹനങ്ങൾക്കും നിരവധി വാഹനങ്ങളാണ് ഇതിനു വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഓരോ വാഹനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ ചുടുകട്ട കയറ്റി കൊടുക്കുന്ന വാഹനങ്ങൾക്ക് അങ്ങനെയും വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് അങ്ങനെയൊക്കെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. ഇതാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. വൃന്ദ.
തീർച്ചയായും ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി ഒരുപാട് വാഹനങ്ങൾ ഏർപ്പാടാക്കി. അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുടെയും KSRTCയുടെയും ഒരുക്കങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇവരും ഈ ഭക്തജനങ്ങൾ മടങ്ങുന്നതിനായി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും വാഹനങ്ങളുടെ കാര്യത്തിൽ, അതായത് KSRTC വലിയ സർവീസ് തന്നെയാണ് നടത്തുന്നത്. കൂടുതൽ വാഹനങ്ങൾ കൃത്യമായി രാവിലെ മുതൽ തന്നെ സർവീസ് നടത്തി പലയിടങ്ങളിൽ നിന്നും KSRTCയെ മാത്രം ആശ്രയിച്ചെത്തുന്നവർക്ക് നല്ല രീതിയിലുള്ളൊരു പിന്തുണ കൊടുക്കാൻ നൽകിയെന്ന് തന്നെയാണ് ഈ വന്ന പൊങ്കാലയിട്ട ഭക്തരുടെ അഭിപ്രായം. അതേപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്നും കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചു, കൃത്യമായൊരു ഏകോപനമുണ്ട് എന്നുള്ള കാര്യം വളരെ തീർച്ചയായതാണ്. അതുകൊണ്ട് യാത്രാക്ലേശമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മറുപടി. രാവിലെ മുതൽ തന്നെ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഇത്തവണ നല്ല രീതിയിൽ യാത്ര കൃത്യമായി ചെയ്യാൻ പറ്റി, ഇരിപ്പിടങ്ങൾ കൃത്യമായി കിട്ടി, ഭക്ഷണവും വെള്ളവും കൃത്യമായി കിട്ടി, വേണ്ട രീതിയിലുള്ള സുരക്ഷ ഒരുക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഭിപ്രായം കൃത്യമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KSRTCയുടെയും റെയിൽവേയുടെയും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ഇപ്പോഴും യാത്ര ചെയ്തവരെല്ലാം ഏകദേശം ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. തലസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഗത്തു നിന്നെല്ലാം ഒരു മടങ്ങിക്കഴിഞ്ഞു. വളരെ കുറച്ച് പേർ മാത്രമാണ് ഇവിടെ നിന്ന് വിടാനുള്ളത്. അത് വാഹനങ്ങളിലേക്ക്, സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ഇനി ജില്ലയുടെ പുറത്തേക്ക് പോകുമ്പോഴുള്ള തിരക്കുകളായിരിക്കാം ഇനി അനുഭവപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഏകദേശം തിരുവനന്തപുരം നഗരവും ചുറ്റുപാടുമെല്ലാം ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരം കുറച്ചുകൂടി തിരക്കുണ്ട്. അതുകൂടി പൂർണ്ണമായി കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കെല്ലാം മാറി പൂർണ്ണമായി തലസ്ഥാനത്തിൻ്റെ നഗരം പഴയ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.